ശ്രദ്ധിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ്, അനുഗ്രഹങ്ങളും ശാപങ്ങളും. എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് പേരിലാക്കിയതുകൊണ്ട് നമ്മുടെ ആഗ്രഹം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ആയിത്തീരത്തില്ല. നമുക്കൊരു അധികാരം കിട്ടുക, ഇനി നമുക്കതെടുത്തിട്ട് നമ്മുടെ ഇഷ്ടം പോലെ അതിനെ മാറ്റിയെടുത്ത്, അതേപോലെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങി നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള മനോഭാവമോ സ്വഭാവമോ ഒന്നുമല്ല. എന്നാലും നമ്മളെ ഓരോ സ്റ്റെപ്പായിട്ട് മാറ്റിയെടുത്ത് രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ ആക്കിയെടുക്കുക, അല്ലേ? നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ചിന്ത രീതികൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം മാറ്റിയെടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആക്കിയെടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസേനയിൽ വന്നു. എന്നാലും ദൈവത്തിൻ്റെ ആഗ്രഹം എന്തുവാണ്? എനിക്കൊരു പുതിയ വീട് കിട്ടാനാണെന്നോ, പുതിയ വണ്ടി കിട്ടാനാണെന്നോ, നല്ല ജോലി കിട്ടാനോ, അതെല്ലാം നമുക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടം വചനത്തിൽ പറഞ്ഞേക്കുന്നത് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കുക. സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനെ പോലെ നമ്മളെ ആക്കിയെടുക്കുക. നമ്മളത് നോക്കുമ്പോൾ ചിന്തിക്കും, അയ്യോ ഞാനെങ്ങനെയാണ് അതുപോലെ ആയിത്തീരുന്നത്? അത് ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. അത് ദൈവം ചെയ്തെടുക്കും. എന്നാൽ നമ്മൾ അതിനുവേണ്ടി ദൈവത്തിന് ഒരവസരം കൊടുത്താൽ മതി. നമ്മുടെ മനസ്സ്, ഹൃദയം തുറന്ന് അതിനുവേണ്ടി നമ്മൾ ഒന്ന് റെഡിയായാൽ മതി. അപ്പോൾ ഇന്ന് നോക്കുന്നത് അനുഗ്രഹങ്ങളും ശാപങ്ങളും. പല വാക്യങ്ങളും ഞാനിവിടെ പറയുന്നെങ്കിലും 2 വാക്യങ്ങളെ ഇന്ന് വായിക്കുന്നുള്ളൂ. ആരംഭത്തിൽ ഗലാത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം. ആരെങ്കിലും നോട്ട് എഴുതുന്നെങ്കിൽ ദയവായിട്ട് ഈ പോയിൻറ്റ്സ് ഒന്ന് എഴുതി വെക്കണം. നമ്പർ 1, we are redeemed from the curse to receive the blessings of Abraham. നമ്മളെ ദൈവം ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. അത് വീണ്ടെടുത്തതിൻ്റെ കാരണം എന്തുവാ? അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയായിട്ട്. വായിക്കാം. ഗലാത്യലേഖനം 3, 13, 14. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സ്തോത്രം. ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ ദൈവം ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിൽ ദൈവമാക്കി. ശാപം എവിടുന്ന് വന്നു? നമുക്കറിയാം. ആദാമും ഹവ്വായും പാപം ചെയ്ത്, ആ പാപം ചെയ്ത് മുഖാന്തരം സാത്താൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഒരു പ്രവേശനം കിട്ടി, തുറന്ന വാതിൽ കിട്ടി. അത് മുഖാന്തരം ഒരു ശാപം ഈ ഭൂമിയിലോട്ട് വന്നു. അവരുടെ ജീവിതം ഈ ഭൂമി തന്നെ ശപിക്കപ്പെട്ട ഒരവസ്ഥയിലോട്ട് മാറി. അത് നമ്മൾ വചനത്തിൽ വളരെ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. എന്നാലും ഇവിടെ പറഞ്ഞേക്കുന്നത് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. യേശുവിനെ എന്ത് ചെയ്തു? ക്രൂശിൽ, ആ ക്രൂശ് മരത്തിൽ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. സ്തോത്രം. ശാപം നമ്മുടെ മേലുള്ള ആ ശാപം മാറ്റാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു അതിന് അർഹതപ്പെട്ടൊന്നുമില്ല, അല്ലേ? യേശു വിശുദ്ധനാണ്, ഒരു പാപവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു കാരണം മാത്രം നമ്മളെ സ്നേഹിച്ചു. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനും ഹവ്വായും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്ലാൻ അവർ പാപം ചെയ്യാൻ വേണ്ടി അല്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ ഇതായിരുന്നു. അവർ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തിൻ്റെ വഴി പോകണം. അത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഒരു നിയമം മാത്രമേ ഉള്ളായിരുന്നു, അല്ലേ? ഒരു നിയമം മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും ആ ഒരു നിയമം മാത്രം ഉണ്ടെങ്കിലും അവർ ആ നിയമം ലംഘിച്ചു. ഇപ്പം നമുക്ക് എത്ര നിയമങ്ങളാണ്! അങ്ങോട്ട് ഇറങ്ങിയാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം. നിയമങ്ങൾ ഇഷ്ടം പോലെ എവിടെ തിരിഞ്ഞാലും. അന്ന് ഒരു നിയമമേ ഉള്ളായിരുന്നല്ലോ. ആ നിയമം പോലും അവർക്ക് കീപ്പ് ചെയ്യാൻ ഒത്തില്ല. അത് മുഖാന്തരം ശാപം ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം നമ്മളെല്ലാവരും അനുഭവിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടത, പ്രയാസം, വേദന, അതെല്ലാം ആ ശാപം മുഖാന്തരം വരുന്നതാണ്. എന്നാലും എന്തു പറ്റി? ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായിത്തീർന്നു. നമുക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ
നമുക്ക് ലഭിക്കാൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ, അത് എഴുതി വെച്ചാൽ മതി, പിന്നീട് വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കിയാൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ കൂടെ നടക്കുക, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് നയിക്കാം. പിന്നെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി മുഖാന്തരം എന്ത് സംഭവിക്കും? ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് നമുക്ക് വേണ്ടി മാത്രമായിട്ട്, എനിക്കെൻ്റെ പോക്കറ്റിൽ ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമെന്ന് അല്ല. ഞങ്ങളുടെ ജീവിതം മുഖാന്തരം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുഖാന്തരം ഈ ലോകത്തിലുള്ള എല്ലാവരും അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണം. അതുകൊണ്ട് നമ്മൾ സഭയുടെ ഉദ്ദേശം പറയുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ വളരാനും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും. കാരണം ആ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ആരംഭത്തിലെ നമ്മൾ കണ്ടത്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട, വി ആർ റിഡീംഡ് ഫ്രം ദി കർസ് അല്ലേ. ആ ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ യാഗം മുഖാന്തരം നമ്മളെ ആ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. രണ്ടാമത്, എന്തുവാ ശാപം? ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് എ ബ്ലെസ്സിങ്. ഒരു അനുഗ്രഹമല്ലാത്ത ഏത് കാര്യമാണെങ്കിലും ഒരു ശാപമാണ് എന്ന് പറയാം അല്ലേ. എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് എ ബ്ലെസ്സിങ് ഇസ് എ കർസ്. പലർക്കും ഒരു ചിന്താഗതിയുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ശാപങ്ങളും മാറിപ്പോയി എന്ന് ഒരു ചിന്താഗതിയുണ്ട്. എന്നാലും അത് കഴിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിലെ പല അവസ്ഥയ്ക്കും ഒരു മാറ്റമില്ല. ആ ഒരു ചിന്താഗതി കിടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ എൻ്റെ തകർച്ച അറിയണ്ട, മറ്റുള്ളവർ എൻ്റെ വേദന അറിയണ്ട, മറ്റുള്ളവർ എല്ലാ കാര്യങ്ങളൊന്നും അറിയണ്ട, ഒന്ന് മറച്ചു വെച്ചോണ്ട്. എങ്ങനെയുണ്ട് സഹോദര? കൃപയാൽ അനുഗ്രഹമായിരിക്കുന്നു. ഈ വിഷയം എങ്ങനെയുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ കുറേ വ്യാജമായ ഫേക്കായിട്ടുള്ള ഒരു നല്ല ഭംഗി വാക്കുകൾ പറഞ്ഞ് എല്ലാത്തിനെയും അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് പോകുന്ന അവസ്ഥ. ചിലർക്കത് ഇഷ്ടമായിരിക്കാം, എന്നാലും അനേകർ സാധാരണ മനുഷ്യർ അത് കാണുമ്പോഴേ അറിയാം ഇത് ഫേക്കാണല്ലോ എന്ന്. മനുഷ്യരിത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്തുവാ? ഓ, ഇത് ചുമ്മാ അത് ഫേക്കായിട്ടുള്ളതാണ്. ആദമും ഹവ്വായും, ആദ്യത്തെ അപ്പനും അമ്മയും, അവർ പാപം ചെയ്ത മുഖാന്തരം ഈ ലോകത്തിൽ എല്ലാ ജനങ്ങളും ആ ശാപം അനുഭവിക്കുന്നു. ഒരു വ്യത്യാസമില്ലാതെ അനേക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനുഷ്യർ ചിന്തിക്കുന്നു, അയ്യോ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയല്ലോ, അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ച് മരിക്കുന്നവർ വരെ അങ്ങ് എത്തണം. അങ്ങനെയുള്ളൊരു ചിന്ത കൊണ്ട് ജീവിക്കുന്ന അനേക ആൾക്കാരുണ്ട്. എന്നാലും അങ്ങനല്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ഇതാണ്. നമ്മളെ വീണ്ടെടുത്തു, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലോട്ട് വീണ്ടെടുത്തു. ആ അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ എന്തുവാ ശാപം എന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. ശാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പല പല വിഷയങ്ങൾ അനുഭവിക്കും. ഒന്ന്, അവരുടെ ബന്ധങ്ങൾ പലതും ഇങ്ങനെ തകർച്ച ഒത്തിരി അനുഭവിക്കും. നമ്മൾ മേഴ്സി ബാസ്ക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. കുറച്ച് ആഹാരം ഒരു ഭവനത്തിൽ കൊണ്ട് കൊടുക്കുക, അവർക്കൊരു ആശ്വാസത്തിന്. അവരുടെ ആവശ്യം ആഹാരം മാത്രമാണോ? ഈ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരോട് ചോദിച്ചാൽ അവർ പറയും അതൊന്നുമല്ല, അത് മാത്രമൊന്നുമല്ല, അതതിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ആ ഭവനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തകർച്ച യഥാർത്ഥമായിട്ട് നോക്കിയാൽ അപ്പം നമ്മൾ പറയും, നമുക്കും പ്രശ്നമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കുണ്ട്, അത് സംശയമില്ല. എന്നാലും അനേക ഭവനങ്ങളിലോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള തകർച്ച, അവരുടെ മൾട്ടിപ്പിൾ ലെവൽസിലുള്ള തകർച്ച ഭയങ്കരമാണ്. അതിൽ ഒരു ഫാക്ടർ
മിക്കവാറും എപ്പോഴും കാണുന്നത് ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. എപ്പോഴും രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, ഒരു രോഗം അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ, അത് മാറത്തില്ല, പിന്നെയും പിന്നെയും വന്നിരിക്കുന്നു. അപകടങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിച്ചുള്ള അപകടം ഉണ്ടാകാത്ത ജീവിതം ആർക്കുമില്ല, എന്നാലും പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഉള്ള അപകടങ്ങൾ. ചില വ്യക്തികൾ അവരുടെ കോപം മുഖാന്തരം, മദ്യപാനം മുഖാന്തരം, പല ഭവനത്തിലെ വിഷയം മുഖാന്തരം വീട്ടിലുള്ള പല വസ്തുക്കൾ നശിപ്പിക്കുന്നു, തല്ലി പൊട്ടിക്കുന്നു, എടുത്തെറിയുന്നു. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു, പല ഭവനങ്ങളിൽ പോകുമ്പോൾ ഫർണിച്ചറൊന്നുമില്ല. കാരണം ഉള്ളതെല്ലാം ഒന്നിൽ വിറ്റ് മദ്യപിച്ചു, അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞു. ഇതേ വ്യക്തികൾ പറയും, ഞങ്ങൾ പാവങ്ങളാണ്. ശരിയാ, പാവങ്ങളാണ്. പിന്നെ വേറൊരു വിഷയം ഇതാണ്, ഒരിക്കലും ആവശ്യത്തിനില്ല. കഷ്ടപ്പെടുന്നു, ജോലി ചെയ്യുന്നു, വെയിലത്താന്നേലും എവിടാന്നേലും അധ്വാനിക്കാൻ റെഡിയാണ്, എന്നാലും ഒരിക്കലും ആവശ്യത്തിനില്ല. അതുകൊണ്ട് ധാരാളമായിട്ട് വലിയ ബാങ്ക് ബാലൻസ് വേണമെന്നല്ല പറയുന്നത്, എന്നാലും ഒരിക്കലും കാര്യങ്ങളൊന്നും നടന്നു പോകാൻ വേണ്ടി ആവശ്യത്തിനില്ലാത്ത അവസ്ഥ. അടുത്തത് പിന്നെയും പിന്നെയും മിസ്കാരേജ് വരുന്നു. അതിന് മലയാളത്തിലേതാ വാക്ക്? ഗർഭഛിത്രം, ഗർഭാലിസം. പിന്നെയും പിന്നെയും ഉള്ള മിസ്കാരേജസ് വരുന്നത്. സമാധാനമില്ലാത്ത അവസ്ഥ, വീട്ടിൽ കലഹം, ഒരിക്കലും അതിൻ്റെ ഒരു വിജയം നേടാനൊക്കാതെ വീട്ടിൽ കലഹം. ഏത് കാര്യം ആരംഭിച്ചാലും അതൊരു ഫലമുണ്ടാകാത്ത അവസ്ഥ. പല കാര്യങ്ങൾ ശ്രമിക്കുന്നു, ആരംഭിക്കുന്നു, കഷ്ടപ്പെടുന്നു, എന്നാലും ഒരു ഫലമില്ലാതെ പോകുന്ന അവസ്ഥ. ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഇത് ചെയ്യണം, അത് ചെയ്യണം. ശാപങ്ങളുടെ കാരണം എന്തുവാ? പലപ്പോഴും വാക്കുകൾ മുഖാന്തരം നമ്മുടെ മേൽ ശാപം വരും. മറ്റുള്ളവർ നമ്മളോട് പറയുന്ന പല വാക്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മേൽ അധികാരമുള്ളവർ, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മുടെ മാതാപിതാക്കൾ, വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചന്മാർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള നമ്മുടെ മേലുദ്യോഗസ്ഥർ, പല ലെവലിലുള്ള ആൾക്കാർ, അവരോട് നമ്മളോട് പറയുന്ന ചില വാക്കുകൾ, ശപിച്ച് പറയുന്ന വാക്കുകൾ, അത് നമ്മുടെ മേൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളത് വലിയ കാര്യമാക്കത്തില്ലായിരിക്കും. ചിലപ്പോൾ അമ്മമാർ, അപ്പന്മാർ, വല്യപ്പച്ചന്മാർ ഓരോ വാക്കുകൾ പറയും. അതേപോലെ തന്നെ ചിലപ്പം പറയും, നീ ഒരിക്കലും ഗുണം പഠിക്കത്തില്ല, ജോലിയിൽ ഒരിക്കലും സ്ഥിരമാകത്തില്ല. അതേപോലെ തന്നെ ആയിത്തീരുന്നു. ചില അപ്പന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മകൻ അപ്പനോട് പറഞ്ഞു, ഞാൻ വളർന്ന് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനൊന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പോഴപ്പം പറഞ്ഞു, മക്കളുണ്ടായിട്ടാട്ടെന്ന്. ഒരിക്കലും മക്കളുണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള പല നമ്മുടെ മേൽ അധികാരമുള്ള വ്യക്തികൾ പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെ ശക്തിയുണ്ട്. എനിക്ക് ഓർമ്മയില്ല, 31-ാം തീയതി രാത്രിയിൽ, കഴിഞ്ഞ വർഷമായിരുന്നു, അതിന് മുമ്പത്തെ 2 വർഷം മുമ്പായിരുന്നു, പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമ്മുടെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഞാൻ കൊടുത്തായിരുന്നു. വാക്കുകളുടെ ശക്തി. നമ്മളെ മനുഷ്യരെ ദൈവത്തിൻ്റെ സാദൃശ്യത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള പല ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കുണ്ട്. ദൈവം ആകാശവും ഭൂമിയെയും എല്ലാத்தைയും സൃഷ്ടിച്ചത് എങ്ങനെയാ? ഒരു വാക്കുണ്ടല്ലയോ, ഒരു വാക്ക് പറഞ്ഞു, ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു, അത് നടന്നു. ദൈവം എന്തൊക്കെ കൽപ്പിക്കുന്നോ, ദൈവം എന്തൊക്കെ പറയുന്നോ, അതേപോലെ നടക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യർ നമ്മൾ എന്തു പറയുന്നോ അതേപോലെ നടക്കുന്നു. ഒരു വ്യക്തിയെ ശപിക്കുവാണെങ്കിൽ അതുപോലെ നടക്കുന്നു.
എന്നാലും നമുക്ക് ഉള്ള വലിയൊരു അനുഗ്രഹം എന്തുവാ? അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം അല്ലേ? ആരെ കണ്ടാലും ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയാമോ? അത് ഏറ്റവും നല്ലതാണ്. അവരുടെ സ്വഭാവം ശരിയായിരിക്കത്തില്ല, എന്നാലും അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് പറയാമോ? അവർ നമ്മളോട് ഇടപെടുന്ന രീതി ശരിയായിരിക്കത്തില്ല, എന്നാലും ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയാമോ? അവർ നമ്മളോട് സംസാരിക്കുന്ന രീതി ശരിയായിരിക്കത്തില്ല, അവർ മനോഭാവം ശരിയായിരിക്കത്തില്ല, അവർ ഒന്നും ശരിയായിരിക്കത്തില്ല, എന്നാലും തിരിച്ചൊരു അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയാമോ? ദൈവമക്കളെന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ ശാപത്തിന് പകരം അവരുടെ മേൽ അനുഗ്രഹം പകരാൻ വേണ്ടി നമുക്ക് ദൈവം ഒരു പദ്ധതി തന്നിട്ടുണ്ട്, ഒരു അധികാരം തന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ, രണ്ടാമത് ഓരോരുത്തർ അവരോട് മേൽ തന്നെ പറയുന്ന സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ചില വാക്കുകൾ മുഖാന്തരം വരുന്ന ശാപങ്ങളുണ്ട്. അവരോട് തന്നെ പറയും, ഓ ഞാനൊന്നും ചെയ്താൽ ശരിയാകത്തില്ല, ഞാൻ യൂസ്ലെസ്സാണ്, ഒരു പ്രയോജനമില്ല. അപ്പന്മാർ മക്കളോട് പറയുന്ന വാക്കുകൾ പറഞ്ഞായിരുന്നു അല്ലേ? ഒരപ്പൻ മകനോട് പറയാം, എടാ നീ ഭൂമിക്ക് ഭാരത്തിനായിട്ടുണ്ടായേക്കെന്ന് പറഞ്ഞു. അവൻ ചിന്തിക്കുക എനിക്ക് ഇത്രയും കിലോ വെയിറ്റേ ഉള്ളൂ എന്ന് അവൻ ചിന്തിക്കുന്ന, അവൻ കൊച്ചു പൈന. അവന് എന്നാലും പറഞ്ഞ വാക്കുകൾ, നീ ഭൂമിക്ക് ഭാരത്തിനായിട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പം ഈ പയ്യനെന്ത് ചിന്തിക്കുന്നു? അവൻ്റെ മനസ്സിൽ അവനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അവൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങൾ അനുഭവിക്കുക. ശരിയാ, ഞാൻ ഒരു പ്രയോജനത്തിന് വേണ്ടി ഒന്നും അല്ല, ഞാൻ ജനിച്ചത് തന്നെ ഇങ്ങനൊരു പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിലും പപ്പ ഇങ്ങനല്ലേ പറഞ്ഞല്ലോ, അമ്മ ഇങ്ങനല്ലേ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ ആ പറഞ്ഞ വാക്കുകൾ എന്തു ചെയ്യും? ഇവർ പിന്നെയും ആവർത്തിക്കും. അവർ അപ്പച്ചന്മാരിൽ നിന്നോ അമ്മച്ചിമാരിൽ നിന്നോ പലരിൽ നിന്നും കേട്ട വാക്കുകൾ അവരാവർത്തിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, കഷ്ടത വരുമ്പം, ബുദ്ധിമുട്ട് വരുമ്പം അവരുടെ ആ ഫ്രസ്ട്രേഷനിൽ ചില വാക്കുകൾ അങ്ങ് പറയും. എന്നാലും ആ വാക്കുകൾ നമ്മൾ പറയും, ഓ ഞാൻ ചുമ്മാ പറഞ്ഞ ചുമ്മാത് വാക്കുകളൊന്നും ചുമ്മാ പറയല്ലേ, മനസ്സിലായോ? വാക്കുകൾ ചുമ്മാ ഒന്ന് പറയല്ലേ. ആരെങ്കിലും മേലെ ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് നമ്മൾ പറയുമോ, ഓ ഞാൻ ചുമ്മാ എറിഞ്ഞ കേട്ടോ, ഞാനൊന്നും ഉദ്ദേശിച്ചല്ല, നടക്കത്തില്ല അല്ലേ? ആരെങ്കിലും ചെന്ന് ഒരു തല്ല് കൊടുത്തിട്ട് പറയുമോ, അയ്യോ ഞാൻ ചുമ്മാ തല്ലേ കേട്ടോ, അതൊന്നും നടക്കത്തില്ല അല്ലേ? നമ്മളെന്ത് ചെയ്യും? വാ തുറന്ന് ആവശ്യമില്ല നമ്മൾ തോന്നുന്ന എല്ലാം അങ്ങ് പറയും. പറഞ്ഞിട്ട് ഓ ഞാനൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ, ഞാൻ ചുമ്മാ എൻ്റെ ഫ്രസ്ട്രേഷനിൽ എൻ്റെ ആ ഫ്രസ്ട്രേഷനൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. അതിനുവേണ്ടിയല്ല നമ്മൾ നാവ് തന്നിരിക്കുന്നത്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. സ്തോത്രം. ഫ്രസ്ട്രേഷനാണോ, ദേഷ്യമാണോ, വിഷമാണോ, അങ്ങ് വീണ്ടായിരിക്കും. അല്ലെങ്കിൽ നിർത്തിയിട്ട് അങ്ങ് നടന്നങ്ങ് പോ. കുറച്ച് നേരത്ത് മാറി കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറൊക്കെ ഒന്ന് നോർമൽ ടെമ്പറേച്ചറായിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. സ്തോത്രം. നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ മേൽ സെൽഫ് ഇമ്പോസ്ഡായിട്ട് നമ്മളോട് തന്നെ ശാപത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയും. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ പഠിച്ചൊരു സഹോദരൻ്റെ സഭയിൽ ഞങ്ങൾ അവിടെ ഒരു വാലന്റൈൻസ് ഡേയുടെ ഒരു സെലിബ്രേഷൻ അവർക്കുണ്ടായിരുന്നു. അപ്പം മാരീഡ് കപ്പിൾസിന് വേണ്ടി ഒരു പ്രത്യേക ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 60 വർഷം ഒരുമിച്ച് വിവാഹ ജീവിതം നയിച്ചൊരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തുവാ അഡ്വൈസ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തുവാ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവരോടും അഡ്വൈസ് പറയാനുള്ളതെന്ന് അവരോട് ചോദിച്ചപ്പോൾ ആ അമ്മച്ചി പറഞ്ഞ വാക്കിതാണ്, ഷട്ട് അപ്പ്. ജസ്റ്റ് ഷട്ട് അപ്പ്. ഒന്നും മിണ്ടായിരിക്കാമോ? അത് മാത്രം, ഒന്നും മിണ്ടാതിരിക്കുക. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും പ്രയാസം എല്ലാവർക്കും ഉണ്ട്, ഇല്ലാത്തവരാരാ? എല്ലാവർക്കും ഉണ്ട്. എന്നാലും വായി തോന്നുന്ന എല്ലാം പറയാൻ തുടങ്ങിയാലോ ശരിയാകത്തില്ല, അങ്ങ് മിണ്ടാതിരിക്കുന്നു. 60 വർഷത്തെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹമായതിൻ്റെ ഒരു രഹസ്യം എന്തോന്ന് ചോദിച്ച് പറഞ്ഞതാണ് ജസ്റ്റ് ഷട്ട് അപ്പ്. സ്തോത്രം. വചനത്തിൽ ഒത്തിരി ശാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ഞാൻ വേറെ ചില വാക്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ, അതൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി. നോട്ട് എഴുതുന്നവർ ഇത് വായിക്കുന്നില്ല, എന്നാലും ഇത് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, ഒന്ന് എഴുതിയെടുക്കണമേ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാം അധ്യായം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, എക്സഡസ് 20 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 3-5. എക്സഡസ് 20 3-5, എക്സഡസ് 34 വേഴ്സ് 14, പുറപ്പാട് പുസ്തകം 34 അതിൻ്റെ 14 വാക്യം.
ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. Deuteronomy 32:16. 1 Corinthians 10-ാം അധ്യായം അതിൻ്റെ 20 തൊട്ട് 21 വരെ. 1 Corinthians 10:20 and 21. 2 Corinthians 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 2 Corinthians chapter 6 verse 16. ഈ വാക്യങ്ങളൊന്ന് എഴുതിയെടുത്താൽ മതി. അത് വീട്ടിൽ ചെന്നിട്ട് ഭവനത്തിൽ ചെന്നിട്ട് പിന്നീട് വായിക്കാം. അതെല്ലാം വായിക്കാൻ സമയം എടുത്താൽ ഒത്തിരി സമയം പോകും. നമുക്ക് അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം എടുക്കാമല്ലോ. ഇനി വായിക്കാൻ പോകുന്നത് ആവർത്തന പുസ്തകം Deuteronomy 18:9-12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. ഒരു ലിസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ കൂടെ നമുക്ക് പലതും കൂട്ടിച്ചേർക്കാം അല്ലേ? അത് ഞാൻ വായിക്കുന്നില്ല. ലിസ്റ്റ് പലതുണ്ട്. ഇതിനോട് വേറെ പല പല കാര്യങ്ങളും ലിസ്റ്റായിട്ട് നമുക്ക് പറയാൻ നോക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രശ്നം എന്തുവാ? നമ്മൾ പറയും ഇതിനെന്തോ കുഴപ്പം. ഇതിൻ്റെ പ്രശ്നം ഇതാണ്. സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിതാവായിരിക്കുന്നത് കൊണ്ട് പൂർണ്ണ അധികാരം ആ ഒരു വ്യക്തിക്കാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. സൃഷ്ടിതാവായ ദൈവം, ആ ദൈവത്തിന് പൂർണ്ണ അധികാരം ആ ഒരു ദൈവത്തിന്, ഒരു വ്യക്തിക്കുള്ളത്. അതിൻ്റെ കാരണം സൃഷ്ടിതാവായതുകൊണ്ട്. എനിക്ക് അധികാരം വേണം, ഇന്നാർക്ക് അധികാരം വേണം, ഇവർക്ക് അധികാരം വേണം, വേറെ ഒരു സൃഷ്ടിതാവേ ഉള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പോയി വേറെ ലോകം സൃഷ്ടിച്ചോ. എന്നാൽ ഇവിടെ അതിന് ഒരു സൃഷ്ടിതാവേ ഉള്ളൂ. അപ്പോൾ ഈ സൃഷ്ടിതാവായ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ആരാധന, സമർപ്പണം, അനുസരണം, ഏതൊക്കെ കാര്യങ്ങൾ പറയുന്നോ, സൃഷ്ടിതാവായ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം ഞാൻ മറ്റ് ഒരു വ്യക്തിക്കോ ഒരു വസ്തുതയ്ക്കോ ഒരു സ്ഥാപനത്തിനോ ആർക്ക് കൊടുത്താലും അത് തെറ്റാ. ദൈവത്തെ കോപിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ദൈവം ഇങ്ങനെ കോപിക്കാനിരിക്കുന്ന ഒരു ദൈവമാണോ? അല്ല, അനുഗ്രഹിക്കാനിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അനുഗ്രഹിക്കാൻ തന്നെയാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്, സമൃദ്ധിയുടെ ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വഴി നടന്നാൽ മതി. സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അനുഗ്രഹങ്ങൾ പകരാൻ ദൈവം റെഡിയായിട്ടിരിക്കുക. നമ്മുടെ ശാപങ്ങൾ മാറ്റാൻ റെഡിയായിട്ടിരിക്കുക. നമ്മളെ ശാപത്തിലോട്ടും നാശത്തിലോട്ടും നയിക്കുന്ന കാര്യത്തിൽ പിന്നെയും പിന്നെയും മടങ്ങിപ്പോവാതിരിക്കാമോ? അയ്യോ എല്ലാവരും ചെയ്യുന്നു, കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നു, കുടുംബത്തിലുള്ളവരെല്ലാവരും ചെയ്യുന്നു, അയൽവക്കത്തിലുള്ളവരെല്ലാവരും ചെയ്യുന്നു. അയൽവക്കത്തും കൂട്ടുകാരും ഇവരെല്ലാവരും എന്തെങ്കിലും ചെയ്തോട്ട്, ഞാനും എൻ്റെ കുടുംബവും ഈ പരിപാടിയില്ല. ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തെ മാത്രം സേവിച്ച് അനുസരിച്ച് ജീവിക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കാമോ? ശാപങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി അത് ഒരു അവസരം ആയിത്തീരും. സ്തോത്രം. 3 കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മളെ ദൈവം വീണ്ടെടുത്തു. എന്തിനു വേണ്ടി നമ്മൾ വീണ്ടെടുത്തു? ശാപത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്തു. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ലഭിക്കാൻ വേണ്ടി. രണ്ടാമത്, ശാപം എന്തുവാ? ആ ശാപത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തുവാ? നമ്മൾ കുറച്ച് കാര്യം അതിൽ നോക്കി. ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള എല്ലാം ഒന്നും ഒരു എക്സോസ്റ്റീവായിട്ടുള്ള ഒരു പഠനമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. മൂന്നാമത്, ഈ ശാപങ്ങളുടെ
ചില കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. കോസസ് ഫോർ എ കേഴ്സ്. ദൈവത്തിൻ്റെ ഹിതത്തിനപ്പുറമുള്ളതെല്ലാം ശാപത്തിന് കാരണമായിത്തീരുന്നു. ഇനി നാലാമത്, അനുഗ്രഹത്തിന് വേണ്ടി ഉള്ള ചില റിക്വയർമെൻറ്റ്സ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വാക്യങ്ങളെല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് ചില പ്രാർത്ഥിക്കാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, അനുസരണം. നമ്പർ 1, ഒബീഡിയൻസ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അതൊരു വാക്യമേ ഉള്ളൂ, അനേക വാക്യങ്ങളുണ്ട്, ഞാൻ ഒരെണ്ണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതിനൊന്നും വായിക്കുന്നില്ല. ഈ വാക്യങ്ങൾ ഒന്ന് എഴുതി വെച്ചാൽ മതി, പിന്നീട് ചെന്നിട്ട് വായിക്കാം. അനുസരണം. ദൈവം പറയുന്നത് അങ്ങ് അനുസരിക്കാമോ? എന്നാലും ദൈവം പറയുന്നത് അനുസരിച്ചാൽ നഷ്ടം വന്നാലോ, അത് മുഖാന്തരം കഷ്ടത വന്നാലോ, അത് മുഖാന്തരം മനുഷ്യർ നമ്മളെ ത്യജിച്ചാലോ, അത് മുഖാന്തരം നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായാലോ, ബുദ്ധിമുട്ട് അനുഭവിച്ചാലോ, വേദന അനുഭവിച്ചാലോ, എന്തനുഭവിച്ചാലും ദൈവം പറഞ്ഞാണോ നമ്മൾ അനുസരിക്കുക. രണ്ടാമത്, ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം അതിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യം. 1-ാം സങ്കീർത്തനം മൊത്തം വായിച്ചാലും വളരെ അനുഗ്രഹമാണ്. 1-ാം സങ്കീർത്തനം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ സ്നേഹിക്കുക, അതനുസരിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട, നമ്മളെ റിസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെ തോന്നണ്ട. അല്ല, റിസ്ട്രിക്ഷൻ അല്ല, അത് ഫ്രീഡമാണ്. റിസ്ട്രിക്ഷൻ അല്ല, അത് ഫ്രീഡമാണ്. ഒരു സ്വാതന്ത്ര്യം തരുന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ. നമ്മുടെ ചിന്ത രീതികൾ മാറ്റിയെടുക്കണം, നമ്മുടെ മനോഭാവങ്ങൾ മാറ്റിയെടുക്കണം. മനുഷ്യർക്ക് മറ്റുള്ളവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. ഇങ്ങനെ ചെയ്യുക, അങ്ങനെ നടക്കുക, ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് പോകും, ഇഷ്ടപ്പെടത്തില്ല. മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമില്ല. മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ വരുന്നു, മറ്റുള്ളവർ നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. എന്നാലും ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളൊന്ന് ഇഷ്ടപ്പെടണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സ്നേഹിക്കണം, അതിനെ ഇഷ്ടപ്പെടണം, അതിനെ അനുസരിക്കണം. മൂന്നാമത്, നീതിയോടുള്ളൊരു ജീവിതം, റൈച്ചസ് ലിവിങ്. Proverbs 10:6. സദൃശ്യവാക്യം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നീതിയോടുള്ള ഒരു ജീവിതം. നീതിയോടുള്ളൊരു ജീവിതം നമ്മുടെ സമൂഹത്തിൽ അത് പോപ്പുലർ ആയിരിക്കത്തില്ല. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ ഫേമസ് ആകത്തില്ല. നീതിയോടുള്ള ജീവിതം കൊണ്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനകത്തോ ലൈക്ക് കിട്ടത്തൊന്നുമില്ല കേട്ടോ. എല്ലാവരും നമ്മളൊന്നും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. സാരമില്ല, വേണ്ട. നീതിയോടെ നമുക്ക് ജീവിക്കാം. കാരണം നമ്മളെ ത്യജിച്ച് പറയുന്നവരും നമ്മളെ കളിയാക്കുന്നവരും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അംഗീകാരമൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടിയ അംഗീകാരം ഇച്ചിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഈ ജീവിതം കുറച്ച് നാളേ ഉള്ളൂ. ചെറുപ്പക്കാർക്ക് അത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് കിടക്കുന്നതിന് എത്ര വർഷങ്ങൾ കിടക്കുന്നു. എന്നാലും ചില നരച്ച മുടിയുള്ളവരോട് ചോദിച്ചാൽ, എനിക്ക് നരച്ച മുടി ഒത്തിരിയില്ല, ഇവിടെ നരച്ച മുടിയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ജീവിതം വളരെ ചുരുക്കമാണ്, പെട്ടെന്ന് സമയങ്ങൾ പോവും. ഇപ്പം നിങ്ങൾ എണ്ണുന്നത് വർഷങ്ങൾ, 1 വർഷം 2 വർഷം 3 വർഷം ഇങ്ങനെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോ ഡെക്കേഡ്സ് ആണെന്ന്, 1 ഡെക്കേഡ് 3 ഡെക്കേഡ് 4 ഡെക്കേഡ്സ് കൊണ്ട് എഴുതാൻ തോന്നും. കാരണം സമയം അങ്ങ് പോകുന്നു. ബൈബിൾ പറഞ്ഞേക്കുന്ന മനുഷ്യരെക്കുറിച്ച് എന്തുവാ? 70 ഏറെയാൽ 80 വർഷം അല്ലേ? അതും കഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതം ഒത്തിരി ഒന്നുമില്ല, പെട്ടെന്ന് ഇതങ്ങ് പോവും. റൈച്ചസ് ലിവിങ്, നമുക്ക് നീതിയോട് ജീവിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലുള്ള ജീവിതം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആയിട്ടോ. ഇതല്ല റിയാലിറ്റി. ഇത് കഴിഞ്ഞിട്ട് അപ്പുറം ഒരു ജീവിതമുണ്ട്. അപ്പം ഒന്ന് പറയുമോ, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, വേറൊരു കാര്യം പറഞ്ഞോട്ടെ. പണ്ടത്തെ
ഫിലോസഫേഴ്സൊക്കെ ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള ഏർലി ഫിലോസഫേഴ്സ്, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, ഇങ്ങനെയുള്ള കുറേ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ പല ഫിലോസഫേഴ്സിൻ്റെ, ഏൻഷ്യൻ്റ് ഫിലോസഫേഴ്സിൻ്റെ ഫിലോസഫീസ് വായിച്ചാൽ ഇവർ പലരും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നൊരു വാക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അപ്പുറത്തുള്ളൊരു ഒരു യാഥാർത്ഥ്യം. അവർ പറയുന്നത് ഈ കാണുന്ന ഒന്നുമല്ല യാഥാർത്ഥ്യം, ഈ കാണുന്ന ഒന്നുമല്ല ലോകം. നമ്മുടെ കണ്ണുകൊണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ കാണുന്നു, പുറത്തോട്ട് നോക്കുമ്പോൾ ഓരോ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല അനുഭവം, ഇതൊന്നുമല്ല റിയാലിറ്റി. ഇതിനപ്പുറം ഏതോ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി ഉണ്ട്. അത് എന്തുവാണെന്ന് അവർക്ക് തന്നെ പറയാൻ അറിയത്തില്ല. അവരുടെ എഴുത്തുകൾ അവരെഴുതിയിട്ടുള്ളത് വായിച്ചാൽ അവർക്ക് തന്നെ ഒരു പിടിയില്ല. എന്നാലും അവർ പറയുന്നുണ്ട് ഏതാണ്ടുണ്ട് ഇതിനപ്പുറം. അതെന്തുവാണെന്ന് അറിയണമെങ്കിൽ അവരുടെ ഫിലോസഫി വായിച്ചാൽ പോരാ. അവരുടെ ഫിലോസഫി നല്ല നല്ല ഐഡിയാസ് ഉണ്ട് കേട്ടോ. എന്നാലും ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുവാ ഇതിനപ്പുറമുള്ള അൾട്ടിമേറ്റ് റിയാലിറ്റി ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നത് റൈച്ചസ് ലിവിങ്, ഈ ജീവിതം ചുരുക്കകാലം നമുക്കുള്ളൂ. നമുക്ക് റൈച്ചസായിട്ട് നീതിയോടെ നമുക്ക് ജീവിക്കാം. അടുത്തത് യെരമ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായം 7-8 വാക്യം. ജെറമൈയ ചാപ്റ്റർ 17 verse 7 and 8. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. പറയൂ, ഇതെന്ത് സിമ്പിളായിട്ടുള്ള കാര്യം. സിമ്പിളായിട്ടോ, എന്നാലും ജീവിതത്തിലെ ഓരോ അവസ്ഥ വരുമ്പോൾ ആ സിംപ്ലിസിറ്റി അങ്ങ് മാറും. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. വേദനയാണോ, കഷ്ടതയാണോ, ബുദ്ധിമുട്ടാണോ, പട്ടിണിയാണോ, ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ കർത്താവ് എന്നെ നയിക്കും. സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്ഥാപനങ്ങളിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിലും യേശുവിൽ സഭകളിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടും വിനേഡ് ചർച്ച് നല്ലൊരു ചർച്ചൊക്കെ ആകട്ടോ. എന്നാലും വിനേഡ് ചർച്ചിലൊന്നും ആശ്രയിക്കില്ല കേട്ടോ. യഹോവയിൽ ആശ്രയിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരും. തലമുറകൾക്ക് അത് അനുഗ്രഹമായി തരും. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. അവസാനം ലൂക്കോസിന് സുവിശേഷം 6:38. ഗിവിങ്, കൊടുക്കുക. കൊടുക്കുന്നൊരു മനോഭാവം. ഈ ഡിസംബർ അവസാനം ആയല്ലോ. തിരിഞ്ഞൊന്ന് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു 12 മാസത്തെ ഒരു ഫൈനാൻസസ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നും നോക്കിയേ. ചില പണ്ടത്തെ ആൾക്കാരൊക്കെ എല്ലാം എഴുതി വയ്ക്കുവാണ്, ക്രമമായിട്ട് എഴുതി വയ്ക്കും. ഒന്ന് നോക്കിയേ. നമ്മൾ പണം ആക്കുന്നതിന് കണക്കില്ല. നമ്മുടെ കയ്യിൽ നമ്മുടെ സാലറി കിട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മുടക്കി കഴിഞ്ഞു അല്ലേ? കൈ കിട്ടുന്നതിന് മുമ്പേ പോയി കഴിഞ്ഞു. എന്നാൽ എത്ര നമ്മൾ കൊടുക്കുന്നു? ഇപ്പം ഇവിടെ ദശാംശം കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമല്ല, ദശാംശം കൊടുക്കണം, അത് വേറെ കാര്യം. കൊടുക്കുന്ന ഒരു മനോഭാവം. ഇത് കണക്ക് കൂട്ടാൻ വിഷയമല്ല ഇത് കേട്ടോ. ഇത്ര കൊടുക്കുന്നു എത്ര, അതല്ല വിഷയം. കൊടുക്കുന്ന ഒരു മനോഭാവം. മറ്റുള്ളവർക്ക്, കഷ്ടതയിലായിരിക്കുന്ന, പ്രയാസങ്ങളായിരിക്കുന്നവർ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കട ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും കൈ നീട്ടി അവിടെ വരുന്ന എപ്പോഴും ഞാൻ കാണുന്നുണ്ടല്ലോ, നിങ്ങളെന്താ പിന്നെയും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നമ്മളുള്ളത് കൊടുക്കുക. ഇതൊക്കെ സത്യമാണെന്നെങ്ങനെ അറിയാം? ഇതൊക്കെ വ്യാജമായിട്ടുള്ള അതൊന്നും എനിക്കറിയാൻ വഴിയില്ല. വ്യാജമായിട്ടാണോ, വെറുതെയാണോ, അത് ചുമ്മാ നമ്മളെ വഹിക്കുവാന്നോ, അതൊന്നും എനിക്കറിയത്തില്ല. നമ്മളതിലൊക്കെ നാം കൊടുക്കുക. അത് റിയൽ ആണോ ഫേക്ക് ആണെന്നുള്ളത് അത് അവരുടെ കാര്യം, അവരും ദൈവമായിട്ട് തീർത്തോട്ടെ. ഇപ്പം ഞാനത് നോക്കിയിട്ട് കാര്യമില്ല. ഞാനെല്ലാം ഓരോ വ്യക്തികളെയും ഇവാലുവേറ്റ് ചെയ്ത് നീ ശരിക്കുള്ളതാണോ അല്ലോ. നമുക്ക് അതിന് വേണ്ടി സമയമില്ല, ഒരു ജീവിതമേ ഉള്ളൂ, അതിൻ്റെ പുറകെ ഞാൻ നടക്കാൻ പോകുന്നു. ഇല്ല, ഞാൻ ഒക്കുന്നത് കൊടുക്കുക. നമ്മളും കൊടുക്കുക. ഒരു കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മളെ അനുഗ്രഹത്തിലോട്ട് നയിക്കും. ഇപ്പം നമ്മൾ ഉടനെ നമ്മൾ പറയുന്നത്, എനിക്ക് ആവശ്യത്തിനില്ല. ആവശ്യത്തിനില്ല. ആരും ഒരാൾ പറഞ്ഞ് 2 കൈയുണ്ട് 1 വായ. മിക്കവാറും ആൾക്കാർക്ക് 2 കൈ 1 വായ. അധ്വാനിക്കാൻ വേണ്ടി ദൈവം അവസരം തന്നിട്ടുണ്ട്. അവൻ പറയുന്നു, അധ്വാനിക്കുന്നു, എന്നാലും ഒന്നും മിച്ചമില്ല. ഓക്കെ, ശരി. ചിലപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇതിന് പിന്നാലെ എന്തോ വിഷയം, എന്തോ പ്രശ്നം. കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, മിച്ചമൊന്നുമില്ല. ഓരോ മേഖലയിൽ ഞാൻ പറഞ്ഞ ഓരോ ഇപ്പോൾ ഇതെല്ലാം കൂടി റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, കർത്താവേ, എന്നെ ദൈവം വിടുവിക്കണം. എനിക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലോട്ട് വരണം.
എൻ്റെ ജീവിതം 2025 അങ്ങോട്ട് പോകുന്തോറും അനുഗ്രഹത്തിലോട്ട് ശാപത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും